പോയാൽ നമുക്ക് ഒരു പ്രശസ്തമായൊരു സ്കൂളുണ്ട്, മാമലങ്കണ്ട സ്കൂള്. സ്കൂളിൻ്റെ ഉള്ളിലൊരു വെള്ളച്ചാട്ടം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങ് പോകുന്ന വഴിക്കാണ്, പോകുന്ന വഴിക്കുള്ള കാഴ്ച. ഇത് ചെക്ക് ഡാം പറയും. എടാ, വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ചെക്ക് ഡാമാണ്. ഇതാ മലയുടെ കാഴ്ച പോയി കാണാം. നമ്മുടെ കൂട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഫേമസ് ആയ സ്കൂളാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലകണ്ടം, എറണാകുളം. ഇതാണ് നമ്മുടെ ഫേമസ് ആയ സ്കൂൾ. അതിലുണ്ട വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ ആ കാഴ്ച എന്നതാണ്. അതിപ്പം മഴ പെയ്യുമ്പോൾ അങ്ങനെ വെള്ളം ഒഴുകി വരും. നല്ല കാഴ്ച തന്നെ. കോടമഞ്ഞ് ഇപ്പം മഴ പെയ്തതാണ്. അതിൻ്റെ കോടമഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പിന്നാലുള്ള മല തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ പോകുന്നത് മാമലങ്കണ്ട സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് ഭംഗിയിലെ കാഴ്ച നോക്കി. മലേൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെയുണ്ടല്ലേ. ാണ് സ്കൂളിൻ്റെ സൈഡിലൂടെയാണ് ഇറങ്ങുന്നത്. സ്കൂളിൻ്റെ മുമ്പിൽ ആ ഒരു പ്രശസ്തമായ ഫോട്ടോ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ റോഡുണ്ട്. അതിലൂടെ ഇറങ്ങിയിട്ട് അതെ ആ കാണുന്ന വെള്ളച്ചാട്ടതാ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോകുന്നത്. മഴ നല്ലോണം ആകുമ്പോഴേ നല്ല വെള്ളം വരും. പക്ഷേ എപ്പം വെയിലൊക്കെ ആണെങ്കിൽ ആ വെള്ളം അങ്ങ് വറ്റും. അതാണ് മലയിൽ വളരെ അടുത്തായിട്ടാണ് കഴിയുന്നത്. മനോഹരമായ കാഴ്ചകൾ. ഇതുവഴിയാ പോവാൻ തിരിയുന്നില്ല. ഇതിലൂടെ പോയി നോക്കാം. ആ വഴി കറക്റ്റ് തന്നെയാണ്. പാറേൻ്റെ മുകളിലെത്തി. ഇനി കുറച്ചും കൂടി എത്തിയ വെള്ളച്ചാട്ടമെത്തി. അടിപൊളി കാഴ്ച. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനേ ഇപ്പോൾ ഇവിടെ ഒരു റിസോർട്ടുണ്ട്. കണ്ടോ, ഒരു A5 കോട്ടേജസ് ഉണ്ട്. അതിൻ്റെ സൈഡിലൂടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. കിട്ടില്ലെന്ന് തന്നെ. കുറച്ച് നല്ല വഴുതുന്നുണ്ട്. അതാണ് ഡേഞ്ചേഴ്സ്. ഇനിയും പോകാനായിട്ട് ഇച്ചിരി ഉണ്ട്. ഇതിലൂടെ പോകണം. അടുത്ത് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതങ്ങനെ ഒഴുകി വരുന്നത്. മഴ പെയ്ത അപ്പം വെള്ളം വരുക. ഇത് എൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യേണ്ട ഒരു സൗകര്യം ഉണ്ട്. ഇതാ വേണ്ട, ഗോൾഡൻ റോക്ക് എന്നാണ് ഈ ഒരു ചെറിയൊരു സംരംഭത്തിൻ്റെ പേര്. ആളുകൾ താമസിക്കുന്നതിൻ്റെ റേറ്റും കാര്യം എനിക്കറിയില്ല. ഞാനിവിടെ അല്ല താമസിച്ചത്. പക്ഷേ ഇതിൻ്റെ അടുത്ത് ഇങ്ങനൊരു സൗകര്യമുണ്ട്. വളരെ കൂളായിട്ട് നമുക്ക് ഡയറക്റ്റിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയായിരിക്കും. അതിൻ്റെ തൊട്ട് പിറകെ തന്നെ അതിമനോഹര കാഴ്ച എന്നാണ്. ഇപ്പോൾ ഈ വ്യൂവും കണ്ടിട്ട് നമുക്ക് ആസ്വദിച്ചിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ഒന്ന് പറയാനുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ.
അറിയില്ല, ഇതിനൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. പക്ഷെ മഴയുണ്ടെങ്കിൽ കാഴ്ച കാണാൻ ഈ പോയിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ ഒരു റോക്ക് മാത്രമാണ്. മരത്തിൻ്റെ കാഴ്ചയൊക്കെ നല്ല അടിപൊളി. അപ്പോൾ പാറേൻ്റെ ഇതിലൂടെ പോകണം, സ്ലിപ്പുണ്ടെന്ന് കുറേ കൈനത്ര പോയി നോക്കാം എവിടം വരെ എത്തുന്നുണ്ട്. ഓക്കെ, വാ ഇതാന്ന് എടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാടിൻ്റെ ഇടയിലാണ് വെള്ളം, ഇന്ന് ഒഴുകി വരുന്ന വെള്ളം കണ്ടച്ചാൽ അടിപൊളിയാണ്. അല്ല, ഇതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ്, ചെറിയ രീതിയിൽ ഒഴുകി വന്ന് ഇനി താഴെ വരെത്തും. വെള്ളച്ചാട്ടത്തിൻ്റെ കറക്റ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. ആടാ ഒഴുകി ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നത് കറക്റ്റായിട്ട്. വാ എന്താ കാഴ്ച! അതിൻ്റെ കൂടെ ഒഴുകി അങ്ങ് പോകും. അവിടെയും കുളിക്കേണ്ട സൗകര്യം കുറച്ച് അങ്ങോട്ടാവും, കുളിക്കേണ്ട സൗകര്യം കുറച്ച് അങ്ങോട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്. ഞാനിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അതാണ് അങ്ങനെ വെള്ളം വരുന്ന് ഇതിലൂടെ ഒഴുകി വരുന്ന. കുറച്ചുകൂടി മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി വരുന്നത് കാണാം. നോക്കാൻ ശ്രമിക്കാം. കണ്ട വെള്ളച്ചാട്ടം കണ്ട ഇങ്ങനെ താഴെ ഇറങ്ങി വെള്ളത്തിന് ശക്തി കുറഞ്ഞ് ഇങ്ങനെ എത്തി. ഇവിടെ നിന്നാണ് ആളുകൾ കുളിക്കുന്നത്. അപ്പോൾ ആ മുകളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിന്. ഇവിടെ നിന്ന് താഴെ നിന്ന് ആളുകൾ കുളിക്കുന്നുണ്ട്. നോക്കാൻ മാമലകണ്ടം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറൊക്കെ തരാം. Thank you.